നമ്മൾ പിന്നെ വീട്ടിൽ ഷാർജ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഷാർജ പോലെ ആവില്ലല്ലോ. നല്ല കട്ടിപ്പാലും ആവശ്യത്തിനധികം ബൂസ്റ്റും കുറച്ച് പഞ്ചസാരയും കുറച്ചധികം ഐസ്ക്രീമും ഇനി നമുക്കൊരു നേന്ത്രപ്പഴം. ഞാനിതിൽ ഡയറി മിൽക്ക് ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല നല്ല ടെക്സ്ചറാണ്, നല്ല കട്ടിയായിട്ട് ഷാർജ കിട്ടിയിട്ടുണ്ട്. നമ്മളിനി കുറച്ചധികം ഐസ്ക്രീം വെച്ചിട്ട് ഗാർണിഷ് ചെയ്തു. ഇനി ഞാൻ കുറച്ച് മഞ്ച് പൊടിച്ചിടുന്നുണ്ട്. ഈ മഞ്ച് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം, പക്ഷെ അതിലൊരു തരിതരിപ്പ് പോലെ വരും. പക്ഷെ ഇത് നല്ല കറുമുറാന്നിരിക്കും. ഇത് ഫ്രിഡ്ജിൽ വെച്ച മഞ്ചാട്ടോ. അപ്പോൾ ഞാൻ എന്താ നേരെ അച്ചുവിൻ്റെ അടുത്തോട്ട് ചെന്നു. അച്ചുവിന് കൊടുക്കുകയാണ്. അച്ചു ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയട്ടെ. ഓക്കെ. ആദ്യത്തെ ബൈറ്റിൽ തന്നെ അച്ചു ഓവറായിട്ട് എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. അച്ചു വെറുതെ എക്സ്പ്രഷൻ ഇട്ടതാണ്. നല്ല സാധനമാണ്. എപ്പോഴും എക്സ്പ്രഷൻ ഇടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കുഞ്ഞാവത് അസുഖം ഉറക്കമാണ്. അപ്പം ഞാനും ടേസ്റ്റ് ചെയ്തു. ആസ് യൂഷ്വൽ അടിപൊളി സാധനം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.